ും നമസ്കാരം. ഹലോ കേസ്, എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് പറയാൻ വന്നത്, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകുള്ള ആൾക്കാർ അധികം പകുതി ആൾക്കാർ എവിടെയുള്ളത്? വിദേശത്താണുള്ളത്. അവരെ വർഷത്തിൽ ഒരു മാസമോ 2 വർഷത്തിലൊരു മാസമോ അങ്ങനെയാണ് അവരെ കാണുന്നത്. പിന്നെ അവർ ഇന്ത്യയിലുള്ള ഒട്ടാകെയുള്ള പൈസ, അതായത് തന്നെ പലചരക്ക് കടയിലായാലും ഇറച്ചിപ്പൊടിയിലായാലും മീൻ പീടികയിലായാലും ഡ്രസ്സ് കടയിലായാലും ഈ വിദേശികളുടെ പൈസയാണ് നമ്മൾ കൊണ്ടുകൊടുക്കുന്നത് അല്ലേ? അപ്പം അവർ വിദ്യാഭ്യാസം ഇല്ലാത്തോളം വിദ്യാഭ്യാസമുള്ള ആളും അവിടുന്ന് ജോലി ചെയ്യുന്നു. അവരെ ശരീരം നോക്കുന്നില്ല, ഒന്നും നോക്കാതെയാണ് അവർ ജോലി ചെയ്യുന്നത് അല്ലേ? നമുക്ക് നമ്മളെ സുരക്ഷിതത്തിന്, നമ്മളെ ഭക്ഷണത്തിന്, നമ്മളെ പാർപ്പിടത്തിന്, നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ, നമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിന് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവരെ ശരീരം അവർ നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വീട്ടിൽ മിനിഞ്ഞാന്ന് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനിപ്പോൾ ലോൺ പേയ്ഡ് ചെയ്യൽ കുറവാണ്. അപ്പോൾ എല്ലാവരും എനിക്കിത് ലോകത്തോട് പറയേണ്ട ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ്. എനിക്ക് വ്യൂസ് കിട്ടേണ്ടിട്ടോ എനിക്ക് സബ്സ്ക്രൈബ് കിട്ടേണ്ടിട്ടോ അല്ല, ലോകത്തോട് എനിക്ക് പറയാനുള്ള മെസ്സേജാണ്. കാരണം ഒരു 35 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് മരിച്ച. പനി വന്നു പോലും. എനിക്ക് പനി വന്ന് കാണിച്ച് പിന്നെ ICUലാണ് പോലും അവനിട്ട്. കാരണം ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഉള്ളവരുണ്ടാവും, ഇൻഷുറൻസ് ഇല്ലാത്തവരുണ്ടാവും. കാരണം എല്ലാ സ്പോൺസർമാർക്കും ഇൻഷുറൻസ് കൊടുക്കാൻ കഴിയും. പക്ഷേങ്കിൽ അവർ ഈ നാട്ടിലയക്കുന്ന പൈസകളിൽ കുറച്ച് സേവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെയ്യാം. ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഇല്ല, അത് ചെയ്യാം. പിന്നെ നല്ല ഡോക്ടർമാരെ ഗൾഫിൽ കൊണ്ടുപോകുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ചികിത്സൻ്റെ കുറവായിരിക്കാം. അവർ കാണിച്ചില്ലെന്ന് പറയുന്നത് ചികിത്സൻ്റെ കുറവായിരിക്കാം. ഇങ്ങനെ ഈ 35 വയസ്സുള്ള ആ പയ്യൻ മരിച്ചത് അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയാണുള്ള നാട്ടിലേക്ക് കൊണ്ടാകും എന്നൊക്കെ പറയുന്ന കേട്ട. പിന്നെ ചികിത്സ പേവുകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളെല്ലാം നമ്മൾ എന്ത് അസുഖം വന്നാലും നമുക്കൊരു രോഗം പനി വരുന്നത് ശരീരത്തിൽ, ഇപ്പം പറയുന്നത് പനി വന്നാൽ അണുക്കൾ നശിക്കുമെന്ന്, ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ കുറച്ച് കാലം മുമ്പെല്ലാം ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ രോഗത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ല. ആർക്കെങ്കിലും പിന്നെ വേറൊരു രോഗം വന്നിട്ടുണ്ടോ? ആർക്കും രോഗമൊന്നും വന്നിട്ടില്ല. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയും ചെയ്യണം. കാരണം ആൻറ്റിബയോട്ടിക്കിലെ അണുക്കൾ നശിക്കും. ആൻറ്റിബയോട്ടിക് നമുക്ക് കിഡ്നിക്കൊന്നും രോഗമൊന്നും വരില്ല. എനിക്ക് പറയാനുള്ള, ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടടുത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ എന്തായിരുന്നു? ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കുന്ന, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക കൊടുക്കുക അല്ല ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ പോയാൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തിനുള്ള മരുന്നുകൾ മനുഷ്യൻ്റെ ശരീരത്തിലെത്തണം. ശരീരത്തിലെത്തിക്കില്ലെങ്കിൽ ആ മനുഷ്യന് പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ദാഹിക്കുമല്ലേ, നമുക്ക് വെള്ളം കുടിച്ചാലല്ലേ നമുക്ക് ദാഹം മാറാം. അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് പറയാനുള്ളത്, നല്ല ഡോക്ടർമാരെ ഗൾഫിലേക്ക് അയക്കുക. പിന്നെ ശരീരത്തിന് വേണ്ട എന്തെല്ലാം രോഗങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുക. ഇപ്പോൾ തൽക്കാലം അവരിപ്പോൾ ഗൾഫിലുള്ള വിദേശികൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. അവരെ പനിക്കൊരു പെൻ കെയറോ പിന്നെ അല്ലെങ്കിൽ ഒരു പാരസിറ്റമോളോ ഒരു ഡോളോ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കഴിച്ച്
ഇങ്ങനെയാണ് അവരെ ജീവിതം പോകുന്നത്. അവർ ഡോക്ടർക്ക് കാണിക്കാൻ ഭയങ്കര പൈസയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഷുറൻസ് വേണം. ഓരോരു വ്യക്തിക്കും ഗൾഫിൽ ഇൻഷുറൻസ് വേണം. ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ ഈ കൊടുക്കുന്ന സാലറിയിൽ നിന്ന് ഒരു വർഷത്തെ പൈസ പിടിക്കുക, എന്നിട്ട് ഇത് ചെയ്യും. ഒരു വർഷത്തേക്കുള്ള പൈസ അതിന് ഒരു മാസത്തിലേക്ക് കുറച്ച് പൈസ കുറക്കുക, എന്നിട്ട് ഇൻഷുറൻസ് എടുക്കുക. ഒരു വർഷത്തിൽ ഒരു മാസമല്ല അടക്കണ്ട, ഒരു വർഷം വരെ ആകുമല്ലോ. അതിനകത്തുനിന്ന് ഒരു മാസത്തെ പൈസ ഇത്ര അതിൽ പിടിക്കുക, എന്നിട്ട് അത് ഇൻഷുറൻസ് എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് അവരെ ജീവിതം പോയിട്ട് എത്രയോ ആളിങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് വല്ലാത്തൊരു വിഷമമാണ്. അതുകൊണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ എല്ലാവരും ഗൾഫിൽ നിന്ന് ഇതിനൊരു വഴിയെടുക്കുക. ഓക്കെ, ഹായ്.